അടുക്കളയുടെ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടപ്പോ പഞ്ചസാര പാത്രം ആകാംക്ഷയോടെ എത്തി നോക്കി. ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മസാലപാത്രങ്ങളൊക്കെ മാറി മാറി എടുക്കുമ്പോഴും അച്ചമ്മ പഞ്ചസാരയെ മാത്രം ഗവനിച്ചില്ല. അവൾ ഓർക്കുമായിരുന്നു, പണ്ട് അച്ചമ്മയും പഞ്ചസാരയും എന്തൊരു കൂട്ടായിരുന്നു. ചായ ഇടുമ്പോൾ അച്ചമ്മ ഒരു സ്പൂൺ പഞ്ചസാര ഇടും. അവള് പഞ്ചാര ചിരിച്ച് മയക്കുമ്പോൾ അച്ചമ്മ ഒന്നുകൂടെ ഇടും. മസാല പാത്രങ്ങളൊക്കെ ചെറുതായിരുന്നെങ്കിലും അച്ചമ്മയുടെ പ്രിയപ്പെട്ട പഞ്ചാര പാത്രം ഇമ്മിണി വലുതായിരുന്നു. പക്ഷേ ഈയിടെയായി പഴയ കൂട്ടൊക്കെ അച്ചമ്മ മറന്നു പോയിരിക്കുന്നു. അതിനിടയ്ക്ക് അച്ചമ്മ അടുക്കളയിലേക്ക് വന്നു. ചായ ഇട്ടിട്ട് പഞ്ചാരയിടാതെ കപ്പുമായി അച്ചമ്മ പോകാൻ തുടങ്ങിയപ്പോൾ സഹികെട്ട് അവള് വിങ്ങിപ്പൊട്ടി. എന്നാലും എൻ്റെ അച്ചമ്മേ, എന്നെ ഇങ്ങനെ ഒഴിവാക്കല്ലേ. അച്ചമ്മ ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ പൊന്നു മോളെ, ഇങ്ങനെ കരയല്ലേടി. നിന്നെ മാറ്റി നിർത്താൻ മനസ്സുണ്ടായിട്ടല്ല, ഗതികേട് കൊണ്ടാ. അച്ചമ്മ കാര്യം തുറന്നു പറഞ്ഞു. ഈ ഇടയ്ക്ക് ഷുഗർ ഒത്തിരി കൂടുതലാ. റീഡിങ് കാണുമ്പോ കൈകാലം ഇറക്കി വന്നേ. പഞ്ചാര നിർത്തിയില്ലേൽ തട്ടിപ്പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. പഞ്ചാര പാത്രം അന്തം വിട്ടു. അപ്പോ എന്നെ ഇനി വേണ്ടേ അച്ചമ്മയ്ക്ക്? അച്ചമ്മ അവളെ കെട്ടിപ്പിടിച്ചു. ആ കണ്ണുകളിൽ നിന്ന് സങ്കട കണ്ണീർ ഒഴുകി. ഇടയ്ക്കൊക്കെ ഒരു സ്പൂൺ പഞ്ചാര കോരി എടുക്കണേ അച്ചമ്മേ, എന്നിട്ട് തിരിച്ചിട്ടോ. അച്ചമ്മ എന്നെ മറക്കാതിരിക്കാനാ. അച്ചമ്മ അവളെ ആശ്വസിപ്പിച്ച് പോകാൻ തുടങ്ങുമ്പോ അവൾ തളർന്നു പാടി. എന്നാലും അച്ചമ്മേ, നുള്ളു പോലും പഞ്ചാര വേണ്ടാന്ന് വെച്ചതാണോ? പാടില്ല പാടില്ല, നുള്ളു പോലും പഞ്ചാരയൊട്ടുമേ കൊള്ളുകേല. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.